വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങനെ എടുത്തു. നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും കോൺസെപ്റ്റും ഒന്നും പെട്ടെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ എന്തായാലും ഷുവറായിട്ടും എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾ പോവുക. എന്തായാലും എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൽ ഇക്വേഷൻസും ആണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേ കാലങ്ങളായിട്ട് എല്ലാ പ്രാവശ്യം ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നിർബന്ധമായും പഠിച്ചിട്ട് പോവുക. ആദ്യം പഠിക്കേണ്ടത് ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ എ സ്പേസ്. ഒരു സ്പേസിലുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ്. 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് വെക്ടർ ഇക്വേഷനും ഒന്ന് കാർട്ടീഷ്യൻ ഇക്വേഷനും. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ, ഇതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്ന ഇയാളെ മാത്രമാണ്. നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു ആർ വെക്ടർ ഇസ് ഈക്വൽ ടു എ വെക്ടർ പ്ലസ് ലാംഡ ബി വെക്ടർ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, മിസ് എ എന്താണ് ബി എന്താണ്? മക്കളെ, ഇത് നോക്കുക. ഇവിടെ ഈ ഒരു പോയിന്റിലൂടെയാണ് നമ്മളുടെ ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഈ ഒരു പോയിന്റ് നമുക്കറിയാം. ഇതാണ് ഈ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് നമ്മളുടെ എ വെക്ടർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് തന്നു, എ ബി സി എന്ന് പറഞ്ഞ് നമുക്ക് ഈ പോയിന്റ് തന്നു എങ്കിൽ എ വെക്ടർ കണ്ടുപിടിക്കാൻ സുഖമാണ്. എന്താണ്? എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്ന് എഴുതിയാൽ മതി. അതായത് ഈ ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് തന്നാൽ അതാണ് നമ്മളുടെ എ വെക്ടർ. ഇനി ബി വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന് പാരലായിട്ട് പോകുന്ന വേറൊരു ലൈനിൻ്റെ വെക്ടറാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറയും. ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന വെക്ടറാണ് ഈ ബി വെക്ടർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റും അതിൻ്റെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു വെക്ടറും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വെക്ടർ ഇക്വേഷൻ നമുക്ക് എഴുതാം. എ പ്ലസ് ലാംഡ ബി. ഇത് പഠിച്ചു വെച്ചോ, ഷുവറായിട്ടും ചോദ്യം വരും. ഇനി ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനും. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകും അല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകും. അതിൻ്റെ പേര് ഞാൻ എ ബി സി അല്ലെങ്കിൽ x1 y1 z1 എന്ന് കൊടുത്തു. നമ്മളിത് പൊസിഷൻ വെക്ടർ ആയിട്ട് പറയുമ്പോൾ എന്ത് പറയും? x1i പ്ലസ് y1j പ്ലസ് z1k എന്നൊക്കെ നമ്മൾ പറയും എ വെക്ടർ ആക്കുന്ന കേസ്. പക്ഷേ ഇതിൽ എ വെക്ടർ ആക്കണ്ട. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x മൈനസ് x1 ഡിവൈഡഡ് ബൈ എ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ വെക്ടറിൻ്റെ ആളാണ്. y മൈനസ് y1 ബൈ ബി, z മൈനസ് z1 ബൈ സി. ഇവിടെ x1 y1 z1 എന്ന് പറയുന്നത് ആ പാസ് ചെയ്ത് പോകുന്ന പോയിന്റാണ്. എ ബി സി എന്ന് പറയുന്നത് അതിൻ്റെ പാരലായിട്ട് പോകുന്ന ഡയറക്ഷൻ കാണിക്കുന്ന വെക്ടർ ഇല്ലേ, അതിൻ്റെ റേഷ്യോസാണ്, ഡയറക്ഷൻ റേഷ്യോസാണ് എ ബി സി എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് രണ്ടും ഒരേ ആളാണ്, ഒരേ സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് വെക്ടർ ഇക്വേഷനാണ്, ഒന്ന് കാർട്ടീഷ്യൻ ഇക്വേഷനാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഒരു പോയിന്റ് തരും, അത് പാസ് ചെയ്യുന്ന പോയിന്റ്, ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തരും, അതിന് പാരലായിട്ടുള്ള വെക്ടറും തരും. ഈ പോയിന്റിനെയാണ് എ വെക്ടർ എന്നും ഇതാണ് നമ്മളുടെ ബി വെക്ടർ എന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ഷുവറായിട്ട് ചോദിക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, നിങ്ങൾക്ക് 2 പോയിന്റുകളിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ തന്നു എന്ന് വിചാരിക്കുക. അത് നോക്കി, പി ക്യൂ ബി ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് പിയും ക്യൂവും. പിയും ക്യൂ എന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സ് ആണ്, അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ദെൻ ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് പി ക്യൂ. അതായത് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ പി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് x2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പി എന്ന് പറയുന്ന പോയിന്റും ഇവിടെ ഒരു ക്യൂ എന്ന് പറയുന്ന പോയിന്റും ഉണ്ട്. ഇതിൻ്റെ കോർഡിനേറ്റ്സ് x1 y1 z1, ഇതിൻ്റെത് x2 y2 z2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് x2 മൈനസ് x1 y2 മൈനസ് y2 y1 z2 മൈനസ് z1. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കാണണം. എൽ എം എൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ പി ക്യൂ, മോഡുലസ് ഓഫ് പി ക്യൂ, സോറി മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യൂ. എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് അല്ലേ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. മക്കളെ, ഉറപ്പിച്ചോ ചോദ്യം വരും. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, 2 ലൈൻസിനിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. സോ കോസ് തീറ്റ നമുക്ക് ലൈൻസ് തന്നിട്ടുണ്ട്, രണ്ടും വെക്ടർ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. വെക്ടർ ഇക്വേഷനാണ്, 2 ലൈനിൻ്റെ വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? B1 ഡോട്ട് B2 ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ നമ്മൾ പഠിച്ചു അല്ലേ? B1 ഡോട്ട് B2 ഡിവൈഡഡ് ബൈ B1 ഇൻറ്റു B2. അതായത് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. ശ്രദ്ധിക്കുക, അതിൻ്റെ മൊത്തം മോഡ് എടുക്കുക, നെഗറ്റീവ് വാല്യൂസ് ഒഴിവാക്കുക, ഡിസ്റ്റൻസ് മീൻസ് ആംഗിൾ ആയതുകൊണ്ട്.
അല്ലെ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് വാല്യൂ ഒഴിവാക്കിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാർട്ടീഷ്യൻ ഇക്വേഷൻ പഠിക്കാം. ഇവിടെ നോക്കുക, A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 എന്ത് തന്നെയാണ്, ഇതേപോലെ തന്നെയുള്ള ഡോട്ട് പ്രൊഡക്റ്റ് തന്നെയാണ്. രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്തത്, ഐയുടെ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ജെയുടെ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കെയുടെ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള പരിപാടിയല്ലേ ഇത്. √A1² പ്ലസ് A2² പ്ലസ് B1² പ്ലസ് C1², A2² പ്ലസ് B2² പ്ലസ് C2², സെയിം സംഗതിയാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനോ ഏതെങ്കിലും ഒന്ന് ഓർത്തിരുന്നാൽ മതി. രണ്ടും പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുന്നതായിരിക്കും അടിപൊളി. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാലും വെക്ടർ ഇക്വേഷൻ തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, രണ്ട് ലൈൻസ് ഉണ്ട്, അത് തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത് എന്ന് പറയുന്നത് വെക്ടർ ഇക്വേഷൻ ഉപയോഗിച്ചും ഇത് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും. പക്ഷെ രണ്ടിലും ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണ്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ മതി. ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് സെയിം. ഇവിടെയും നമുക്ക് വെക്ടർ ഇക്വേഷനും ഒരു ഇക്വേഷൻ ഉണ്ട്, കാർട്ടീഷ്യൻ ഇക്വേഷനും ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് വെക്ടർ ഇക്വേഷൻ്റെ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഇക്വേഷനും പഠിക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ ഇതൊക്കെ ഏതൊക്കെയാണ് ആരൊക്കെയാണ് എന്നുള്ള കൃത്യമായ ബോധം നമുക്ക് ഉണ്ടാവണം. ഇവിടെ B1 ക്രോസ് B2 എന്ന് പറയുന്നത് നമ്മളുടെ ഡയറക്ഷൻ വെക്ടേഴ്സ് ആണ്. അതായത് ഇവിടെ ഡയറക്ഷൻ വെക്ടർ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തരുന്നതെങ്കിൽ ഇവിടുന്ന് A1 B1 C1 എന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, B1 ഉണ്ടാക്കണം. A1I പ്ലസ് B1J പ്ലസ് C1K. B2 എന്ന് പറയുന്നത് ആരാണ്, A2I പ്ലസ് B2J പ്ലസ് C2K. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. സൂപ്പറാണ്. ഇവിടെ മക്കളെ അതന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, സെയിം സാധനമാണ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1. A2 മൈനസ് A1 ചെയ്യാം. ഇവിടെ A2 മൈനസ് A1 കണ്ടോ, അതായത് ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത്. ഇവിടുത്തെ A2 ആരാതാ, ഇത് A1 ഇത് A2. അപ്പോൾ A2 A1ഉം ഈ ഒരു ഇക്വേഷൻ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈ ഒരൊറ്റ ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർട്ടീഷ്യൻ ഇക്വേഷനും അതേപോലെ തന്നെ വെക്ടർ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൃത്യമായിട്ട് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഈ ഇക്വേഷൻസ് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവുക. ഷുവറായിട്ടും എക്സാമിന് ചോദ്യം വരും. മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ തന്നെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ സെറ്റായിട്ട് എല്ലാവരും പോയി എക്സാം എഴുതുക. അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ് എവരിവൺ.